ഒരു മകൾക്ക് അച്ഛനോട് തോന്നേണ്ട സ്നേഹം എന്നെങ്കിലും എനിക്ക് എൻ്റെ അച്ഛനോട് തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കാറുണ്ടായിരുന്നു. ഇല്ല, തോന്നിയിട്ടില്ല. ചെറുപ്പം മുതലേ തന്നെ അമ്മയെ സങ്കടപ്പെടുത്തുന്ന ഒരാൾ എന്നുള്ള തോന്നലായിരുന്നു. പാവ അമ്മ, മനസ്സും ശരീരവും തളർന്നിട്ടും ഭർത്താവിൻ്റെയും മകൻ്റെയും കൊള്ളരുതായ്മകൾ കാണാനായി ഈശ്വരൻ ജീവനോടെ കിടത്തിയിരിക്കുന്നു. സിദ്ധുവിൻ്റെ വീട്ടിലെ സ്നേഹവും സന്തോഷവും കാണുമ്പോൾ എനിക്കൊന്നും അസൂയ തോന്നിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ മരണത്തെക്കാൾ എന്നെ ഞെട്ടിച്ചത് ദേവിയുടെ അച്ഛൻ്റെ മരണമായിരുന്നു. എത്ര പെട്ടെന്നാണ് നമ്മുടെ നാട്ടുകാരുടെ ചിന്താഗതികൾ മാറുന്നത്. എൻ്റെ അച്ഛനെ കരിങ്കടനെ മുദ്രകുത്തിയപ്പോൾ അത് നാട്ടുകാരുടെ തമാശയായോ അറിവുകേടായോ മാത്രമേ ഞാൻ കരുതിയുള്ളൂ. ഇതിപ്പോൾ എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല കേട്ടോ. ശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടും മനുഷ്യരുടെ ഓരോ അന്ധവിശ്വാസങ്ങളെ. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും മുൻകൂട്ടി കാണാൻ സാധിക്കും? എനിക്കും അറിയില്ല. എങ്കിലും പ്രകൃതിയുടെ ചലനങ്ങളും ചില ഭാവങ്ങളും, മൃഗങ്ങളുടെ കരച്ചിലും പക്ഷികളുടെ ആരവവും കാറ്റിൻ്റെ കുസൃതികളും മേഘങ്ങളുടെ ഒഴുക്കും നനഞ്ഞ മണ്ണിൻ്റെ ഗന്ധവും പച്ചിലയുടെ ചാഞ്ചാട്ടവും എന്തൊക്കെയോ പറയുന്നില്ലേ. ഇണചേരുന്ന പാമ്പുകൾക്കരിൽ എത്തിപ്പെട്ടാൽ പാമ്പുകടി ഏൽക്കുമെന്ന് ആർക്കാണ് അറിയാത്തത്? പ്രകൃതിയുടെ താക്കീതുകളെ കണ്ടില്ലെന്ന് നടിക്കാനാകുമോ? സൂക്ഷിച്ച്. എന്തു പറ്റി? വീട്ടിന്റെ പിറകിൽ പൊന്തക്കാട്ടിൽ കുന്നിക്കുരു പറക്കാൻ കയറിയപ്പോ പാമ്പ് അടിയേറ്റതാ. നോക്കേ, തുണി മുറുക്കി കേട്ടിരിക്കുന്നത് നന്നായി. ചോര പൊടിഞ്ഞത് കണ്ടില്ലേ? ഏതോ വിഷപ്പാമ്പാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇനി പേടിക്കാനില്ല. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും വിഷം ഇറങ്ങിയിട്ടുണ്ടാകും. ഇതിന്റെ ബൂസ്റ്റർ ഡോസ് അടുത്ത മാസമാണ്. അപ്പോൾ കൊണ്ടുവരണം. വെച്ചോളൂ. ഈ കാർഡ് കളയാതെ സൂക്ഷിക്കണം. അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഒക്കെ പോകണമെങ്കിൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. എന്നാൽ ശരി, ആയിക്കോട്ടെ. ശരി. ചേട്ടാ, ഈ കാർഡ് കൊടുത്ത അമേരിക്കയ്ക്കുള്ള വിസ കിട്ടുമെന്നാണോ സിസ്റ്റർ പറഞ്ഞേ? നമ്മുടെ മോള് പഠിച്ചു മിടിക്കായി അമേരിക്കയ്ക്ക് പോകുമായിരിക്കല്ലേ? എന്തായാലും സിസ്റ്ററുടെ നാവ് പൊന്നാവട്ടെ. അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ എവിടെ ആയാലും നല്ലതല്ലേ. വാ. ഇവിടെ ഇവിടെ ഡാഡ്, ഒരു യോഗ മാറ്റ് വേണം. ഇന്നലെ വാങ്ങിയോ? അതൊക്കെ തീർന്നു. നീ എന്ത് കാണിക്കണം? കാശ് എന്ന മരത്തിൽ നിന്ന് കുരുക്കിണ്ടാക്കണം. ഡാഡ്, ഞാൻ കൊമേഴ്ഷ്യൽ ബ്രേക്കിൽ തങ്കൂസ് ജെൻസ് ബ്യൂട്ടി പാർലറിന്റെ ഒരു പരസ്യം ഇടുന്നുണ്ട്. ഓക്കെ ഭയങ്കരമാണ്. ഡാഡ്, ഈ സെറ്റ് യൂസ് ചെയ്തോളൂ. ടൈം കിട്ടുമ്പോൾ ഷൂട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ. ന്യൂ ഫാഷൻ ഹെയർ കട്ടിങ് പഠിക്കാൻ വേണ്ടിയാ ഞാൻ അവൻ എറണാകുളത്തോട്ട് വിട്ടത്. അവനോ ഏതോ ഫിലിം സ്കൂളിൽ ചേർന്ന് ന്യൂജൻ ഫിലിം മേക്കിങ്ങാ പഠിച്ചത്. ഇപ്പൊ എന്താ ഫുൾ ടൈം മൊബൈലിലാ. ഡേ, നീ ഇങ്ങനെ എത്ര നാൾ എന്നെ കൊതിപ്പിച്ച് നടക്കും? നീ ഒരു പെണ്ണല്ലേ? നിനക്കുമില്ലേ വികാരങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും? വണ്ടി എടുക്കടാ. പിന്നെ വില്ലേജ് വീഡിയോസിന് നല്ല ഡിമാൻഡ് ഉണ്ട്. എന്നാലും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് കൂടുതലാ. എല്ലാവർക്കും 4K റെസൊല്യൂഷൻ വേണം. കൂടുതൽ ക്ലാരിറ്റി, കൂടുതൽ ഷാർപ്നെസ്, പിന്നെ ലോ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാം. നമ്മുടെ ഫിലിം മേക്കിംഗ് കൂടുതൽ ലോ ലൈറ്റിലാണല്ലോ. മോഹൻ അമ്മാനോട് കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ. ലേറ്റസ്റ്റ് 4K സ്മാർട്ട് ഫോൺ വാങ്ങാം. അമ്മാവൻ ലൈവിന്റെ ആളാ. വീഡിയോ കാണാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ഇന്നും സ്പോൺസറെ വീഴ്ചിട്ടുണ്ട് കേട്ടാ. എടാ, എല്ലാവരും എന്നെ എന്തോ ഒരു ഭയത്തോടെയാണ് കാണുന്നതെന്നൊരു തോന്നൽ. ആരും ഒരു പണിയും തരുന്നില്ല. എപ്പോഴും പൈസയ്ക്ക് അമ്മയോട് പെങ്ങളോട് ചോദിക്കാന്നുള്ളത് ശരിയാവില്ല. നീ വിഷമിക്കാതെ ഒരു കാര്യം ചെയ്യും. നാളെ എനിക്ക് ദിനേശൻ നമ്പേരെ വീട്ടിലാ പണി. നീ കൂടെ പോരെ. അത് ശരിയാവോ?
ഏയ് കുഴപ്പമില്ലാന്നേ, നമ്പ്യാരുടെ വീടങ്ങ് ദൂരെയല്ലേ. അത് പിന്നെ സിദ്ധു, എനിക്കൊരു സംശയം. നമ്മുടെ അജയൻ മാധവിനോട് മോശമായി പെരുമാറുന്നുണ്ടോ എന്ന്. അത് പോട്ടെ, ചിലപ്പോ എനിക്ക് തോന്നിയതാവും. ഇപ്രാവശ്യം അടിച്ചില്ല, പൈസ പോയി. അറിയണോ, ഇപ്പൊ ഈ ഫാൻസി നമ്പറുകൾക്ക് മാത്രമേ പ്രൈസ് അടിക്കത്തുള്ളൂ. ആ, എന്താ ജാനകി? നാരായണ ആ, ഒരു ചായ എടുത്തോളേ. ഓ, അജയ, എന്റെ ഉടപ്പുറത്തുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, അറിയോ നിനക്ക്? ഓ, പെങ്ങടെ കാര്യം നോക്കുന്നവർ ഓടപ്പറന്നോൻ. എന്താ? ഓക്ക് ചെലവിന് കൊടുക്കാൻ എന്തെങ്കിലും ഗതി ഉണ്ടോടാ നിനക്ക്? അരി മേടിക്കാൻ കാശില്ല താങ്കളെ ഏത് പെണ്ണാണ് അംഗീകരിക്കാൻ? അജയ, നിന്നെ ഞാൻ- നിന്നെ വെറുതെ വിടില്ലടാ. അയ്യോ ഒന്ന് പിടിച്ചു. സിദ്ധാർത്ഥന് ഇത് എന്ത് പറ്റി? നീയാ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് എനിക്കറിയാം. ഊട്ടിച്ചോ നീ. എല്ലാവരുടെയും കൂടെ കൂട്ടും കൂടി നടന്ന പയ്യനാ, ഇപ്പൊ എന്താ എങ്ങനെ? കരിങ്കണ്ണനായപ്പോ സ്വഭാവം മാറിയ. തങ്കപ്പ, നീ അവരുടെ കൂടെ കൂട്ടുകൂടുന്നത് ശരിയല്ല. എനിക്കാരപ്പം കൂടാം. അതാണല്ലോ ഈ കത്തുകടയും ചീപ്പിന്റെ ഒരു ഗുണം. ആ പില്ലറുകൾ വൈറ്റ് അടിക്കുക, പിന്നെ ആ ഷോബാള് ബ്രൗൺ അടിക്കുക, എഡ്ജുകളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഓക്കെ, ബാക്കി മതിലൊക്കെ അടിക്കുക. ശരി. ഇവിടെ ആർക്കും നിന്നെ കുറിച്ചൊന്നും അറിയില്ല. നീ ഇപ്പം ആരും സംസാരിക്കുന്നു പോകണ്ട. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് എൻ്റെ കൂടെ തന്നെ അങ്ങ് നിന്നാൽ മതി. ഈ അപ്പോട്ടനെ കോണിലൊക്കെ കയറി പണിയാൻ പറ്റുമോ? ഏയ് കുഴപ്പമില്ല, അയാളെ പായലൊക്കെ ഒന്ന് കഴിക്കണം. വല്ലതും പറ്റിയോ? സൂക്ഷിക്കണ്ടേ അപ്പോട്ടാ?